ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സജീവമായി ഇടപെടുന്നില്ല. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ISL നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ക്ലാരിറ്റിയും ലഭിച്ചിട്ടില്ല. അക്കാര്യത്തിൽ ഉറപ്പ് ലഭിക്കാത്ത പക്ഷം അതുവരെ ട്രാൻസ്ഫറുകൾ ഒന്നും നടത്തേണ്ടതില്ല, നീക്കങ്ങൾ ഒന്നും നടത്തേണ്ടതില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തീരുമാനം. മാർക്കസ് മെർഗുലാവോ ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ കൂടി ഇപ്പോൾ ഫൂട്ടേജ് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ചില താരങ്ങളുടെ ഒരു ലിസ്റ്റ് ക്ലബ്ബ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബക്കറ്റ് ലിസ്റ്റിലാകെ 6 ഇന്ത്യൻ താരങ്ങളാണ് ഉള്ളത് എന്നാണ് ഫൂട്ടേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരാൾ ഫറൂഖ് ചൗധരിയാണ്. ചെന്നൈയിൻ FC വിങ്ങറായ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ റൂമർ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ താരം അത് ക്ലാരൻസ് ഫെർണാണ്ടസ് ആണ്. നമുക്കറിയാം SC ബംഗളൂരുവിൻ്റെ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഇദ്ദേഹം. ഹൈദരാബാദിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലൊക്കെ ക്ലാരൻസ് ഫെർണാണ്ടസ് കളിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ താരം അത് ലാൽറം റുവാറ്റയാണ്. അതായത് I-ലീഗ് ക്ലബ്ബായ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ലാൽറം റുവാറ്റ. ഇനി നാലാമത്തെ താരം അത് ദീപക് താങ്കരിയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. മോഹൻ ബഗാന്റെ താരമാണ്. പക്ഷെ മോഹൻ ബഗാൻ അദ്ദേഹത്തെ കൈവിടാൻ സാധ്യതയില്ല. ഇനി അഞ്ചാമത്തെ താരം അത് ഹാങ്ഷിങ് ആണ്. അതായത് ചർച്ചിൽ ബ്രദേഴ്സിന്റെ തന്നെ മറ്റൊരു ഡിഫൻഡറാണ് ഹാങ്ഷിങ്. ഇനി ആറാമത്തെ താരം അത് നിഖിൽ പ്രഭു ആണ്. പഞ്ചാബ് FC താരമാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് കാലമായി ലക്ഷ്യം വെക്കുന്ന താരമാണ് നിഖിൽ പ്രഭു. പക്ഷെ അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ വലിയ ഒരു തുക നൽകേണ്ടി വരും. നിലവിൽ പഞ്ചാബിനകത്ത് തന്നെയാണ് അദ്ദേഹം തുടരുന്നത്. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിക്കൊണ്ട് ഫൂട്ടേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കേവലം റൂമർ മാത്രമാണ്, ആധികാരികമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ISLന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തതകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.